ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആ മ്യൂസിക് ഡയറക്ടറിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്ന അഖിലിനെയാണ്. അഖില് നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഞാനുമായിട്ട് പാർട്ട്ണർഷിപ്പിലാകാൻ വേണ്ടി ആൾക്കാരുടെ ക്യൂ ആണ്. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, സർ, സംഗീതം ഒരു കച്ചവടമാക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ കമ്പനി തുടങ്ങുന്നത്. എൻ്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി മാത്രമാണ്. വേണമെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽബങ്ങളും മറ്റും സാറിൻ്റെ കമ്പനി വഴി വിതരണം ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും കോൺട്രാക്റ്റ് ആണെങ്കിൽ എനിക്ക് സമ്മതമാണെന്ന് അഖിൽ പറയുമ്പോൾ അയാൾ പറയുകയാണ്, അങ്ങനെ വല്ലവൻ്റെയും മ്യൂസിക് ആൽബം ഒന്നും വിതരണം ചെയ്യേണ്ട ഗതികേടെ ഈ ശിവാനന്ദനില്ല. എൻ്റെ സമ്മതമില്ലാതെ ഈ ബിസിനസ്സിൽ നിനക്കൊന്നും ഒന്നും ചെയ്യാനാകില്ല. ഞാൻ ആരാണെന്നേ നിനക്ക് നന്നായിട്ട് അറിയില്ല. സ്വന്തം ബിസിനസ് രംഗത്ത് മറ്റൊരാൾ കൂടി വരുന്നെന്നറിഞ്ഞപ്പോൾ സാറിന് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? സാർ, ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അഖിൽ പറയുമ്പോൾ ശിവാനന്ദ് പറയുകയാണ്, ഇതിനൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ നീ തന്നെ മാറ്റി പറയുകയും ചെയ്യും. താനായിട്ട് തന്നെ തൻ്റെ വില കളയുക ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഞാൻ തന്നോട് ഒരു കാര്യം കൂടി പറയാം, അതും തൻ്റെ നേരെ വിരൽ ചൂണ്ടി തന്നെ അടിക്കുമെന്ന്. വിരട്ടലൊന്നും അഖിലിനോട് വേണ്ട. ഇതിൻ്റെ അപ്പുറത്തെ വിരട്ടലൊക്കെ അഖില് കണ്ടിട്ടുള്ളതാ. ഈ മ്യൂസിക് കമ്പനി ഞാനൊരു വമ്പൻ വിജയമാക്കും, അത് ഉറപ്പാണ്. അതേസമയം ഇവർ സംസാരിക്കുന്നതൊക്കെ ആരോ നിന്ന് വീഡിയോ എടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ വിഷമത്തോടെ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ അതുവഴി പോകുന്ന അഖില് ശ്യാമയെ കണ്ടിട്ട് വണ്ടി നിർത്തുകയാണ്. അഖിലിനെ കാണുന്നതോടെ ശ്യാമ വിഷമം കൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്താടോ, എന്ത് പറ്റി? താൻ കാര്യം പറ. തുടർന്ന് ശ്യാമ പറയുകയാണ്, ഞാൻ ആ സിദ്ധൻ സ്വാമിയെ കണ്ടിട്ട് വരുന്ന വഴി ഐശ്വര്യട്ടത്തെയും കൂട്ടുകാരെയും കണ്ടായിരുന്നു. എന്നിട്ട് എന്തു പറ്റിയെന്ന് അഖില് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ വിഷമത്തോടെ പറയുകയാണ് ശ്യാമ. എല്ലാം കേട്ടതിന് ശേഷം അഖില് ദേഷ്യത്തോടെ പറയുകയാണ്, കാറിൽ കയറ്. സാർ, വേണ്ട സാർ, ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട. സാറ് എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ്, ഞാൻ അവരുടെ കാറ് ചേസ് ചെയ്ത് അവരുടെ കാറിന്റെ മുന്നിൽ കൊണ്ട് കാർ നിർത്തി അവരെ രണ്ട് പറയാൻ പോവുകയാ. അതൊന്നും വേണ്ട സാർ, ഞാൻ സാറിനെ കണ്ടപ്പോൾ അറിയാതെ കരഞ്ഞു പോയതാ. പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നുപോയി. ഐശ്വര്യട്ടത്തി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ശ്യാമേ, വേണ്ട, നീ ഇതുപോലെയുള്ളവർക്ക് വേണ്ടി വാദിക്കണ്ട. ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ തന്നെ ചോദിക്കണമെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, മതി സാർ, ഇത്രയും കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ മനസ്സ് വേദനിക്കുമ്പോൾ എനിക്ക് വേണ്ടി വാദിക്കാൻ സാറുണ്ടല്ലോ, എനിക്കത് തന്നെ ധാരാളം. ഐശ്വര്യട്ടത്തി പറഞ്ഞതൊക്കെ ഞാൻ മറന്നെന്ന് ശ്യാമ പറയുമ്പോൾ അഖില് പറയുകയാണ്, ഞാൻ അങ്ങനെ മറക്കില്ല. നിനക്ക് കാർ ഓടിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞല്ലേ അവർ നിന്നെ കളിയാക്കിയത്? എന്നാലേ ഒരാഴ്ചക്കുള്ളിൽ താൻ കാർ ഓടിച്ച് കാണിക്കാൻ പോവുകയാ. മനസ്സിലായില്ല സാറെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, നാളെ തൊട്ടേ താൻ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോവുകയാ. ഞാനോ? ഏത് വണ്ടി ഓടിക്കാൻ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ്, ട്രെയിൻ ഓടിക്കാൻ. നാളെ മുതൽ താൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ വേണ്ട, എന്തിനാ നാളെയാക്കുന്നത്? ഇന്ന് മുതൽ നമുക്കങ്ങ് തുടങ്ങാം. വേണ്ട സാറെന്ന് ശ്യാമ പറയുമ്പോൾ അഖില് പറയുകയാണ്, ദേ, തനിക്ക് വേണ്ടി കേരളത്തിലെ ഒരു പ്രശസ്ത സംഗീത സംവിധായകനായിട്ട് അടിയുണ്ടാക്കി വരികയാ ഞാൻ. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ റോഡിൽ നിന്ന് തന്നോട് കൂടി ഇടിയുണ്ടാക്കാൻ എന്നെ കൊണ്ട് വയ്യ. സാർ എന്താ പറഞ്ഞത്? സാർ ആരുമായിട്ടാ വഴക്കുണ്ടാക്കിയത്? സംഗീത സംവിധായകൻ ശിവാനന്ദനുമായിട്ട്. എന്താ കാരണമെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ്, അയാൾക്ക് നമ്മുടെ മ്യൂസിക് കമ്പനിയെ അങ്ങ് വിഴുങ്ങണമെന്ന്. എല്ലാത്തിനും കൂടി ചേർത്ത് ഞാൻ അയാൾക്ക് കൊടുത്തിട്ടാ വരുന്നത്. സാർ, ഞാൻ വേണമെങ്കിൽ പാടാം, എന്നെക്കൊണ്ട് ഇത് നടക്കില്ലെന്ന് ശ്യാമ പറയുമ്പോൾ ശ്യാമയെ നിർബന്ധിച്ച് കാറിലേക്ക് കയറ്റുകയാണ് അഖില്. തുടർന്ന് ശ്യാമയെ കൊണ്ട് കാറ് ഓണാക്കുകയാണ് അഖില്. സാർ, ഇത് വേണ്ട സാർ, ഞാൻ സ്കൂട്ടർ ഓടിക്കാം, കാറ് വേണ്ട. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ശ്യാമയെ കൂട്ടിക്കൊണ്ട് അഖില് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുണിനോട് ചെന്ന് ഐശ്വര്യ പറയുകയാണ്, ഞാനിന്ന് വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമാ. എന്താ കാര്യമെന്ന് അരുൺ ചോദിക്കുമ്പോൾ ശ്യാമയെ താൻ കൂട്ടുകാരികളുമൊത്ത് അപമാനിച്ച കാര്യമൊക്കെ അരുണിനോട് പറയുകയാണ് ഐശ്വര്യ. ഐശ്വര്യയെ ശ്യാമയെ വഴിയിൽ ഇറക്കിവിടാൻ മാത്രം ശ്യാമ നിന്നോട് മോശമായി പെരുമാറിയോ? അവൾ എന്നോട് മോശമായി പെരുമാറിയിരുന്നെങ്കിൽ അവളുടെ പല്ല് ഞാൻ അടിച്ച് കൊഴിച്ചേനെ. അവളെ ഞാൻ മാക്സിമം പ്രകോപിപ്പിച്ചതാണ്. പക്ഷേ അവൾ അനങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവളെ കുറെ പറഞ്ഞു. ഐശ്വര്യയെ, ആ പാവം ശ്യാമ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അരുണെ, ഇതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞതാ. അവളെ എൻ്റെ കണ്ണിലെ കരടാണ്. അരുണെ, തനിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അരുണെ വേറെ വല്ലവരെയും കല്യാണം കഴിക്കണമായിരുന്നു. ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ്, അതായിരുന്നു നല്ലതെന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. അരുൺ എന്താ പറഞ്ഞത്? നീ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്കേതെങ്കിലും നാട്ടിൻ പുറത്തുകാരിയാ ചേരുന്നതെന്ന്? എനിക്ക് സമാധാനവും സന്തോഷവും തരുന്ന ഒരു ജീവിത പങ്കാളിയായിരുന്നു ആവശ്യം. അതൊക്കെ നിൽക്കട്ടെ, നീ ഇപ്പോൾ ചെന്ന് ശ്യാമയോട് ക്ഷമ ചോദിക്കാൻ നോക്ക്. എന്ത്? ഞാൻ ക്ഷമ ചോദിക്കാനോ? അതൊന്നും നടക്കാനേ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഐശ്വര്യ ദേഷ്യത്തോടെ പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയാണ്. അഖില് ശ്യാമയുടെ ഡ്രൈവിങ്ങിന്റെ കാര്യമൊക്കെ വിളിച്ച് സെറ്റാക്കുകയാണ്. തുടർന്ന് ശ്യാമ വരുമ്പോൾ തന്റെ ഡ്രൈവിങ്ങിന്റെ കാര്യമെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ആദ്യമൊക്കെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കുറയുന്നത് പോലെയാ തോന്നുന്നത്. പിന്നെ സ്വാമിയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ എനിക്ക് പേടി അധികമായതേ ഉള്ളൂ.
തുടർന്ന് അഖില ശ്യാമയെ ഓരോന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. എനിക്കെന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല, സാറിനൊന്നും പറ്റരുത്, അത്രമാത്രം. അത് ശരി, അപ്പോൾ തനിക്ക് തന്റെ ശ്രീകൃഷ്ണനെ എന്താ വിശ്വാസമില്ലേ? ശത്രുക്കൾക്ക് തന്നെ തൊടാനുള്ള ശക്തി പോലുമില്ല. താനൊന്ന് സമാധാനമായിട്ടിരിക്കെന്ന് പറഞ്ഞ് അഖില ശ്യാമയെ ഉമ്മ വയ്ക്കാൻ ചെല്ലുമ്പോൾ ശ്യാമ അഖിലിനെ മാറ്റിയിട്ട് പറയുകയാണ്, അതെ, താലികെട്ട് മുടങ്ങിയപ്പോൾ മുതൽ എനിക്കെന്തോ വിഷമം പോലെയാ. എല്ലാം ശരിയാകും, താലികെട്ടൊന്ന് കഴിയട്ടെ. ഇത് കേൾക്കുന്ന അഖില് ഒരു പുഞ്ചിരിയോടെ ശ്യാമയെ നോക്കുമ്പോൾ ശ്യാമയും ചിരിച്ചുകൊണ്ട് അഖിലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.